അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ഒരു സ്ട്രക്ചർ? അതാണ് റാസ് അബു സ്റ്റേഡിയം. 2022 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് പണിയുന്ന സ്റ്റേഡിയമാണ്. അതിന് പ്രത്യേകം എന്താ വെച്ചാൽ അത് കംപ്ലീറ്റ്ലി കണ്ടെയ്നേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റേഡിയം കേട്ടോ. അത് റീസൈക്കിൾ ചെയ്യുന്ന കണ്ടെയ്നേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് വേൾഡ് കപ്പിന് ശേഷം അത് കംപ്ലീറ്റ് അവരെന്ത് ചെയ്യും, ഡിസ്മാൻറ്റിൽ ചെയ്യും. അതായത് കംപ്ലീറ്റ് ഒരു പൊളിച്ചളിയും. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഖത്തറിലുണ്ടാവുള്ളൂ. ബാക്കി മൊത്തം ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ അവരെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അത് അങ്ങോട്ടേക്ക് കയറ്റിവിടും. അതാണ് എൻ്റെ മുന്നിലുള്ളത്. ഇനി എൻ്റെ ബാക്കിലുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇതാണ് എൻ്റെ ബാക്കിലുള്ളത്. ഇതാണ് ബോക്സ് പാർക്ക് അഥവാ കണ്ടെയ്നർ പാർക്ക്. ഇതും പണ്ട് യൂസ് ചെയ്തിരുന്ന ഷിപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്തിരുന്ന കണ്ടെയ്നേഴ്സ് കൊണ്ടുണ്ടാക്കിയ ഒരു പാർക്കാണിത്. ബോക്സ് പാർക്ക് എന്നതിൻ്റെ പേര്. വളരെ കളർഫുൾ. നമ്മൾ ഈ ലെഗോ ടോയ്സ് ഒക്കെ വെച്ച പോലെ ഉണ്ട്, അട്ടി വെച്ചിട്ട്. ഇത് കംപ്ലീറ്റ് റീസൈക്കിൾ ചെയ്താട്ടോ. കംപ്ലീറ്റ് റീസൈക്കിൾ ചെയ്താണ് കണ്ടെയ്നേഴ്സ്, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ്. ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ രീതിയിൽ വർക്ക് ബാക്കിയുണ്ട് തീരാൻ. ബാക്കിയെല്ലാം കഴിഞ്ഞു. മിക്കവാറും എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ യൂണിറ്റ്സും സോൾഡ് ഔട്ടാണ്. എന്നാലും ചെറുതൊക്കെ ഉണ്ടാകും. ചില യൂണിറ്റ്സ് ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോക്സ് പാർക്കിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് വാഷ്റൂംസാണ്. അതേപോലെ ഷവറുണ്ട് ഇവിടെ, കുളിക്കാനുള്ള സൗകര്യം. ഈ ഷവർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. വാഷ്റൂംസ്, കുളിക്കാൻ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഈ സൈഡിലുള്ളത് നമ്മളെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും അതൊരു ഡൈനിങ്, സിറ്റിംഗ്, ആ ഒരു ഏരിയയാണിത്. അത് ടൂർസ് ഓപ്പറേഷൻ ഉണ്ട്. അതേപോലെ അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സിൻ്റെ ഒരു ഓഫീസാണ്. ഇതുണ്ടല്ലേ, ജസ്റ്റ് ഒരു പോസ്റ്റ് പോലെ ഇരിക്കും ഉണ്ടല്ലേ. ലെഗ്രാൻഡ് എന്നിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ലെഗ്രാൻഡ് ബ്രാൻഡ് അറിയുന്നവർക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു ലോഗോല വെച്ചിട്ട് നൈസായിട്ട് അങ്ങ് പൊന്തിച്ച് കഴിഞ്ഞാൽ USB പോർട്ടുണ്ട്, 3 പിൻ്റെ പോർട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ SC ഖത്തറിൻ്റെ ലോഗോ ആണത്. അതായത് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റീൻ്റെ ലോഗോ ആണത്. അപ്പം ഒരു പക്ഷേ ഈ പ്രോജക്റ്റ് അവരുടേതായിരിക്കും. ക്യാമറയിൽ ക്ലിയർ അല്ല, പക്ഷെ ഭയങ്കര ആഴാട്ടോ ഇവിടെ ഉള്ളത്. അതേപോലെ കുറേ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം. ഇതാണ്ടാ ഈ സൈഡിൽ ഈ സംഭവം കണ്ടില്ലേ, കംപ്ലീറ്റ് സോളാർ പാനൽസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാർക്കിൻ്റെ സൈഡിലുള്ളത് ബോട്ടൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. ഇത് പുതിയതാണ്, ഇപ്പോൾ നിലവിൽ ഒന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ജസ്റ്റ് ഓപ്പൺഡാണിത്. ഇവിടെ കടകളെല്ലാം ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടില്ല. ഇനിയും ഓപ്പൺ ആവണത്ര. ഒരു മറൈൻ സ്പോർട്സിൻ്റെ ഒരു ഓഫീസ് ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇവിടെ ലിഫ്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു ട്രെയിനിങ് സെൻ്ററാണ്, മറൈൻ ട്രെയിനിങ് സെൻറ്റർ, സ്പിയർ ഫിഷിംഗ് അക്കാഡമി എന്നിട്ട്. അപ്പോൾ അവരെ കോഴ്സും കാര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നത്. ഒക്കെ പ്രൊഫഷണൽ കോഴ്സാട്ടോ ഇതെല്ലാം. ഇതാണ് അവരെ ഓഫീസ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ 2500 അവർ പറഞ്ഞത്. 4 ദിവസത്തെ കോഴ്സാണ്. ഒരു ISA സർട്ടിഫിക്കേഷൻ, ഒരു ഒഫീഷ്യൽ സർട്ടിഫിക്കേഷൻ തന്നെ, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ തന്നെ ഇതിൽ കിട്ടും. ഇവിടെ വീണ്ടും വേറൊരു മറൈൻ അഡ്വഞ്ചർ ഓഫീസാണ് ഇത്. കയാക്കിങ്, ബോട്ടിങ് ഒക്കെ ആയിട്ട്. മറ്റൊരു ലിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ഇത്? ബോട്ടുകൾ പെയിൻ്റ് അടിക്കുന്ന, ബോട്ടുകൾക്കുള്ള പെയിൻറ്റ് വിൽക്കുന്ന ഒരു ഓഫീസാണ്. ഇവർ തന്നെ ആ വർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വേണ്ട, ജോത്തിൻ്റെയാണ്. ഡാക്കർ മറൈൻ എന്നിട്ട് ബോട്ടുകളൊക്കെ, അതുപോലെ കപ്പലുകളൊക്കെ പെയിൻറ്റ്, ഇതിനുള്ള ഒരു സ്പെസിഫിക് പെയിൻറ്റുകളുടെ ഓഫീസാണിത്. ലിഫ്റ്റ് ഉള്ളിലോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കുറേ വേക്കൻ്റായ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒക്കെ വേക്കൻ്റാണ്. എന്നാൽ ബോട്ട് ഡോക്കിംഗ് സ്റ്റേഷൻ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റാസ് അബു സ്റ്റേഡിയം. ഞാൻ ആദ്യം പറഞ്ഞത് ആ സ്റ്റേഡിയത്തിനെ കുറിച്ച് കേട്ടോ. ഇവിടെ വലിയ വലിയ കപ്പലും കാര്യങ്ങളൊക്കെ ഡോക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇങ്ങനെ കാലി കേട്ടോ, ഒരുപാടെണ്ണം കാലിയായി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് വാഷ്റൂംസ് കേട്ടോ, ഇതല്ലോ ലേഡീസും മെന്നും
അവിടെ ഒരുപാട് വേക്കൻ്റായി കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ഫുഡ് ട്രക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഫുഡ് ട്രക്സും ഉണ്ട്. ഇവിടെ ദോഹയിൽ മറ്റെവിടെ പോയാലും ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടില്ല. ദോഹ സ്കൈ ലൈന്, കോർണിഷ്, അതേപോലെ തന്നെ മ്യൂസിയം, നമ്മുടെ ഷെറട്ടൺ ഹോട്ടൽ, അതേപോലത്തെ ബന്ദർ, പോർട്ട്, അതുപോലെ ബോട്ടിൻ്റെ ഡോക്കിങ്, നമ്മുടെ റാസബു സ്റ്റേഡിയം. ഇത്രയും വ്യൂ ഉള്ള ഒരു ലൊക്കേഷൻ ദോഹയിൽ വേറെ ഇല്ല. ഇത്രയൊക്കെ അടിപൊളിൻ്റെ ഇവിടെയും കിട്ടി ടീ ടൈം. ഖത്തറിൽ എവിടെ പോയാലും കിട്ടും ഒരു ടീ ടൈം ഉണ്ടല്ലേ. പക്ഷേ അത് ഓപ്പൺ അല്ല കേട്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങ് ദൂരെ പെട്രോൾ അടിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. ബോട്ടിൻ്റെ റീഫില്ലിംഗ് സ്റ്റേഷൻ. അതിൻ്റെ ചാർജിങ് പോർട്ട് കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പുതിയ മാരറ്റോട്ട് പുതുക്കി പണി, അത് റിനോവേറ്റ് ചെയ്യുന്നത്. ഖത്തറിലെ തന്നെ ഷെറട്ടൺ കഴിഞ്ഞിട്ട് വന്ന രണ്ടാമത്തെ ഹോട്ടലാണ് മാരറ്റ്. ഇവിടെ ഈ ബോട്ടൊക്കെ നന്നാക്കുന്ന ഒരു ലൊക്കേഷൻ ക്രെയിനാണ്. അത് എന്നിട്ട് ബോട്ട് ഇതാ നന്നാക്കുന്നതിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് ഇവിടുന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എല്ലാം ഉണ്ട്. അതേപോലെ ഗ്രോസറി ഷോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു മേഖലയിൽ അത്യാവശ്യം ഒരു സീരിയസ് ആയ ഒരു വർക്ക് നടന്നുകൊണ്ടിട്ടുണ്ട്. അതാണ് വളരെ ഈ വലിയ സൗണ്ടും കാര്യങ്ങളൊക്കെ. സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത്. ഒരു മലയാളിയായിട്ട് നടത്തുന്നത്. ഇവിടെ പാർക്കിംഗ് ആണിത്. അത് ബോട്ടൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. അതേ ഭംഗിയായിട്ട് ഇതിലെ കാണാൻ. ഇതിൽ മെയിനായിട്ട് ഇവിടെയുള്ള കോഫി ഷോപ്പിൻ്റെ പേരാണ് എംപയർ. അത്യാവശ്യം നല്ല വ്യൂവിലൊക്കെ കോഫി കുടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. പിന്നെ ഇവിടെ നമ്മുടെ ഒരു അഡ്വഞ്ചർ ഷോപ്പുണ്ട്, റൈസ് ആൻഡ് അഡ്വഞ്ചർ ഷോപ്പ്. അത്യാവശ്യം ഫേമസ് കേട്ടോ. എല്ലാത്തിനും അഡ്വഞ്ചർ സ്പോർട്സിനുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. വീണ്ടും ഫ്ലൈറ്റ് പോകുന്ന ഇതും ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് കേട്ടോ. പ്രാർത്ഥനാ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പള്ളിയുണ്ട് ഇവിടെ, പ്രയർ റൂം. ആ ഒരു ഭാഗത്ത് ഇപ്പം കൺസ്ട്രക്ഷനും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇനിയും പോർട്ടിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആ വർക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്താണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഖത്തർ 3 ഷിപ്പ് പെർമനൻ്റ് ഡോക്ക് ചെയ്യാൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ, വേൾഡ് കപ്പ് സമയത്ത് മാത്രം. സോ അത് ഡോക്ക് ചെയ്യുന്ന ഒരു സ്പോട്ടാണത്. ഈ ബോക്സ് പാർക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ പോർട്ടാണ്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂസ് ഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡോക്ക് ചെയ്യുക. ഇവിടെ ഐസ് വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. ഐസ് മാത്രം ഒരു വെൻഡിങ് മെഷീൻ പോലത്തെ ഒരു സംഭവമാണ്. ഇതിൽ വലിയ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കാണ്. പക്ഷേ അതെ അതെ, അത് ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് അങ്ങ് പോകും. അത് റിക്രിയേഷണലായിട്ട് പോകുന്നത്, ടൈം പാസിനൊക്കെ പോകുന്ന ആൾക്കാരാണ് എന്താ പറയുക ഐസും കാര്യമൊക്കെ മേടിക്കുക. അല്ലെങ്കിൽ അവർക്ക് വേറെ തന്നെ അതിൻ്റെ കടകൾ വേറെ ഉണ്ട്. ദോഹയിൽ കടകളല്ല, അതിൻ്റെ ഫാക്ടറീസും കാര്യമൊക്കെ വേറെ ഉണ്ട്.
ഇൻ്റർനാഷണൽ ക്രൂസ് ഷിപ്സും കാര്യങ്ങളൊക്കെ വന്ന് ഡോക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. അതിനുശേഷം അതിൽ നിന്ന് പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി അവർക്ക് കുറച്ച് നേരം ഇവിടെ ദോഹയിൽ കറങ്ങാനുള്ള ടൈം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ സൂക്ക് വാക്കിഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടുത്തെ ബോട്ട്. ടൂറിസ്റ്റുകൾക്ക് കോർണേഷന് ഒരു ബോട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ടൈം കൂടിയാണത്. ഇപ്പം ഇവിടെ പോർട്ടിൻ്റെ വർക്ക് നടന്നു കൊടുക്കുക. അത് അവർ വീണ്ടും റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇപ്പോൾ ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയ ഏരിയ കംപ്ലീറ്റ് അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഡെവലപ്പ് ചെയ്തിട്ട് അത് എന്താ പറയുക, ഒരു കണ്ടെയ്നർ ബോക്സ് പാർക്ക്, തൊട്ടപ്പുറത്ത് കണ്ടെയ്നർ സ്റ്റേഡിയം, ഇവിടെ കണ്ടെയ്നർ ബോക്സ് പാർക്ക്. കണ്ടെയ്നർ സ്റ്റേഡിയം ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. അതിന് ശേഷം ആ സ്റ്റേഡിയം കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡിസ്മാൻഡിൽ ചെയ്യും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, ഖത്തറിലെ മിക്കവാറും എല്ലാ സ്റ്റേഡിയവും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവർ വേൾഡ് കപ്പിന് ശേഷം അതിൻ്റെ ചില പോർഷൻസൊക്കെ അവരെന്ത് ചെയ്യും, കംപ്ലീറ്റ് ഡെമോളിഷ് ചെയ്തിട്ട് അവർ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് സ്പോർട്സ് കൺട്രീസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് അവരെ സ്പോർട്സ് സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, ഈ ബ്രസീലിൻ്റെ മറക്കാന സ്റ്റേഡിയം അവർ മില്യൺസ് അവർ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അവർ കൊടുക്കാൻ അവർക്ക് കടങ്ങളുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ അറിഞ്ഞത് അത് ഒരു ബസ് ടെർമിനലായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്രയും ഇതുപോലെ സ്റ്റേഡിയമൊക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ റെൻ്റൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവാണ് വേൾഡ് കപ്പിന് ശേഷം. അതൊരു ഈവൻറ്റ് ഒളിമ്പിക്സ് വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ഐഡിയ ആണ്. ഇത് വേൾഡ് കപ്പിന് ശേഷം എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ്ലി കുറച്ച് ഭാഗം മാത്രം വെക്കുക, ബാക്കി എന്താ പറയുക പൊളിച്ചിട്ട് ആർക്കും ഡൊണേറ്റ് ചെയ്യാതെ അത് അവർക്കൊരു ഉപകാരമാണ്. നമുക്കതൊരു എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവായൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വെച്ച് കാണാം. അപ്പോൾ ഇതാട്ടോ ഇതാണ് നമ്മളുടെ ബോക്സ് പാർക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇതാണ് നമ്മളുടെ ബോക്സ് ഓഫീസിൻ്റെ, ഇതാണ് നമ്മളുടെ ബോക്സ് പാർക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത് കടലോട് ചേർന്ന് ഇവിടെ ഒരുപാട് എന്താ പറയുക പ്രോപ്പർട്ടീസ് ഇങ്ങനെ വേക്കൻ്റായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക്